ഗുഡ് മോർണിംഗ് എവരി വൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മണിയിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മോർണിംഗ് മണിയുടെ തലവാചകം ഒരു സ്വർഗീയ കൂട്ടായ്മ എന്നാണ്. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 133 1 വാക്യമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാവുന്നു. ഇങ്ങനെ ഒരു മനോഹര വാക്യത്തോടുകൂടി ഇന്നത്തെ മോർണിംഗ് മണി നമുക്ക് തുടങ്ങാം. യൂറോപ്യൻ യൂണിയൻ ഒരു പരാജയപ്പെട്ട പരീക്ഷണമായി പലരും കണക്കാക്കുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കറൻസിയുടെ വിനിമയ സൗകര്യവും അതുപോലെ പരസ്പര അഭിവൃദ്ധി പ്രാപിക്കലും നൂറ്റാണ്ടിന്റെ ശത്രുത എല്ലാം മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പിരിമുറുക്കങ്ങളെല്ലാം മറന്നുകൊണ്ടുള്ള ഒത്തുചേരലുകൾ തുടങ്ങിയ ഉന്നത ലക്ഷ്യങ്ങൾ എന്താണ് അവർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ തന്നെയും തൊഴിലില്ലായ്മ അവർ സൃഷ്ടിച്ചിരുന്നതിനാൽ പലരും ഈ യൂറോപ്യൻ യൂണിയനെ പരാജയപ്പെട്ട ഒരു പരീക്ഷണമായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്ന അവർക്ക് ഐക്യമുണ്ടെങ്കിൽ ഇത് കൂടുതൽ വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. അമേരിക്കൻ ഐക്യനാടുകൾ പോലെ യൂറോപ്യൻ ഐക്യനാടുകൾ സൃഷ്ടിക്കപ്പെടുമോ എന്ന് പല ശാസ്ത്രജ്ഞരും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യൂറോപ്പിനെ സ്വതന്ത്രമായി വിടുന്നതാണ് അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ചില ക്രിസ്ത്യാനികൾ സഭയെക്കുറിച്ച് ഇതേപോലെ ചിന്തിക്കുന്നുണ്ട്. എന്താണ്, ഒരു സഭാവിഭാഗത്തിൽ തന്നെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ, വ്യത്യസ്തമായ ദൈവിക ശാസ്ത്രപരമായ വീക്ഷണങ്ങൾ അടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയ്ക്ക് ഐക്യത്തോടുകൂടെ പ്രവർത്തിച്ച് വിജയം കരസ്ഥമാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സഭകൾക്ക് കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്ന് അഭിപ്രായപ്പെടുന്നതായ ചില ക്രിസ്ത്യാനികളെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു: ഒരു ശരീരത്തിൽ നമ്മൾ പല അവയവങ്ങളുണ്ടല്ലോ, പല അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു എന്നാണ്. അപ്പൊ ഒരു ശരീരത്തിലുള്ള പല അവയവങ്ങൾക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? പലതാണ്. പല അവയവങ്ങളും പല സ്ഥലത്താണ് ശരീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതും അവിടെ ഉത്തരവാദിത്തങ്ങളും പലരാണ്. ഈ പല ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി വരുമ്പോൾ എന്താണ്, അത് ശരീരത്തിനെ ഐക്യത്തോടെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും എന്താണ്, സഭയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഐക്യം ആവശ്യം തന്നെയാണ്. നമ്മൾ പല ജനങ്ങളും പല വ്യത്യസ്ത സ്വഭാവങ്ങളും പല സംസ്കാരങ്ങളും പല ആചാരങ്ങളും അങ്ങനെ പലരും നമ്മുടെ സഭയിൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുമ്പോഴാണ്, ഐക്യത്തോട് പ്രവർത്തിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു എന്നാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ ഒന്നിച്ചു കൂടിയിരുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവത്തോടുകൂടെയാണോ, അല്ലെങ്കിൽ ഒരേ ചിന്താഗതി ഉള്ളവരാണോ, ഒരേ ദൈവീയ വീക്ഷണമുള്ളവരാണോ? ശരിക്കും അല്ല. പക്ഷെ അവരെന്താണ്, എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ഒരേ മനസ്സോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട്, ശക്തമായിട്ട് പ്രാർത്ഥിച്ചതായിട്ടും പരിശുദ്ധാത്മാവിന്റെ മേൽ പ്രവർത്തിച്ചതായിട്ടും നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പല ചിന്താഗതികളും പല സ്വഭാവങ്ങളും പല കഷ്ടപ്പാടുകളും പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഒന്നുമല്ല, ആ വ്യത്യാസമൊന്നുമല്ല ഇവിടെ യഥാർത്ഥത്തിൽ കാരണമാണ്. നമ്മളെല്ലാവരും ഏക മനസ്സോടുള്ള ഐക്യത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ഇരിക്കണമെങ്കിൽ എന്താണ്, പരസ്പരം സ്നേഹിച്ച് നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്നാണ്. അപ്പൊ എന്താണ്, അപ്പൊ പല സ്വഭാവങ്ങളുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഏക ശരീരത്തിന്റെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഭിന്നത കാണിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ എത്തിച്ചേരാൻ കഴിയും. പല സഭകളും പലരും എന്താണ്, ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ സഭ പാടുപെടുന്നുണ്ടെങ്കിൽ തന്നെ അവസാനം ഇതൊരിക്കലും എന്താണ്, പരാജയപ്പെട്ട ഒരു പരീക്ഷണമായിരിക്കത്തില്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ സാധ്യമായ ഒരു ദൈവിക വിജയമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ എന്തു ചെയ്യണം, ഐക്യത്തോടുകൂടെ എല്ലാവരും എന്താണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ ഇന്നത്തെ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഭാഗത്തിൽ പഠിച്ചെന്താണ്, ഇതാ സഹോദരന്മാർ ആരാണ്, ദൈവത്തിന്റെ സഹോദരന്മാരാണ്, അല്ലെ? ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാവുന്ന ഒന്നാണ്. അപ്പൊ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഭിന്നതയില്ലാതെ ഏക അഭിപ്രായത്തോടുകൂടി
ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാകാൻ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഐക്യത്തോടുകൂടി വളരെ പരിശുദ്ധാത്മാവിനാൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇന്നത്തെ മോർണിംഗ് മന്നയിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും ഐക്യത്തോടെ ഇരിക്കേണ്ടതിന്, ദൈവസ്നേഹത്തിൽ ഐക്യത്തോടെ ഇരിക്കേണ്ടതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിതിൻ തമ്പി മാവേലിക്കരയ്ക്കും ജസ്വിൻ കണ്ണൻപള്ളി ചർച്ചിലുള്ള ജസ്വിനും വേണ്ടിയും കൂടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. മഹോന്നതകൾ വാസം ചെയ്യുന്നതേമേ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങോട്ട് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമാവനെ അങ്ങോട്ട് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഐക്യത്തോട് ജീവിക്കാൻ ഇന്ന് പഠിച്ചതുപോലെ ദൈവസ്നേഹത്തിൽ ഐക്യത്തോട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിതിൻ തമ്പിയെയും ജസ്വിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്ര വർഷക്കാലം അവരുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നു കർത്താവെ. തുടർന്നും അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് ദൈവത്തോട് ആത്മീയമായി വളരേണ്ടതിനും ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതിനും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് അവർ ദൈവസന്നിധിയിൽ താങ്ക്ഫുള്ളായി ജീവിക്കേണ്ടതിന് അവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മറ്റെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ അവിടെ നയിക്കപ്പെടുമാറാകണമേ. അങ്ങനെ ദൈവേഷ്ടം ജീവിപ്പാൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നു പ്രിയ പിതാവേ. ആമീൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.